ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചാണ്. പൈത്തണിലെ ഏതൊക്കെ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതിന്റെ സിന്റാക്സ് എങ്ങനെയാണ്, അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോഴത്തേനും ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ നമ്മളൊരു കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം ഒരു ലൈൻ ഓഫ് കോഡോ അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് ഓഫ് കോഡോ എക്സിക്യൂട്ട് ചെയ്താൽ മതി. ആ ഒരു കണ്ടീഷൻ കൊടുക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം അത് എക്സിക്യൂട്ട് ചെയ്താൽ മതി. ഫോൾസ് ആണെങ്കിൽ ആ ഒരു ബ്ലോക്ക് ഓഫ് കോഡ് നമ്മൾ സ്കിപ്പ് ചെയ്യണം. അതിന്റെ എക്സിക്യൂഷൻ സ്കിപ്പ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് വരുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇഫ് ആണ്. ഇഫ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എന്ത് തരത്തിലാണ് യൂസ് ചെയ്യുന്നത്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് വരുന്നത്. ഇഫിന്റെ സിന്റാക്സ് എന്ന് പറയുമ്പോഴത്തേനും ഇഫ് എന്ന് പറയുന്ന കീവേഡ് കൊടുക്കുക ഫസ്റ്റ്, ദെൻ നമ്മളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു എക്സ്പ്രഷൻ. ആ എക്സ്പ്രഷൻ എപ്പോഴും നമ്മളൊരു കമ്പാരിസൺ ഓപ്പറേറ്റർ വെച്ചിട്ടായിരിക്കും മിക്കവാറും വാല്യൂവേറ്റ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു വേരിയബിളിന്റെ വാല്യൂ ചെക്ക് ചെയ്യണം. അപ്പോൾ അത് ആ വേരിയബിളിന്റെ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കണം. ഇപ്പോൾ ഞാൻ A=5 എന്ന് പറഞ്ഞിട്ട് കൊടുക്കും. എന്നിട്ട് ഞാനിത് പോസിറ്റീവ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇഫ് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്തു. ദെൻ നമുക്കൊരു കണ്ടീഷൻ വേണം. കണ്ടീഷൻ എന്താ? പോസിറ്റീവ് നമ്പർ എന്ന് പറയുമ്പോഴത്തേനും ഗ്രേറ്റർ ദാൻ 0 ആയ നമ്പറിനെയാണ് നമ്മൾ പോസിറ്റീവ് നമ്പർ എന്ന് പറയുന്നത്. സോ നമുക്ക് A is greater than 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. ആണെങ്കിൽ ജസ്റ്റ് പോസിറ്റീവ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എഴുതുക. നമ്പർ എന്ന് കൊടുക്കുക. ഇതാണ് നമ്മുടെ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. ഇഫ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവ് നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ്, അതായത് ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചു. ആ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് A ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തു. അതായത് എയിലിരിക്കുന്ന വാല്യൂ 0-നേക്കാളും വലുതാണെങ്കിൽ മാത്രമേ ഈ ഒരു ലൈൻ ഓഫ് കോഡ്, അതായത് ഇഫിന്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്ന ഒരു കോഡ് വർക്ക് ചെയ്യുള്ളൂ. ഇഫിന്റെ ഒരു സിന്റാക്സ് വരുന്നതെന്ന് പറയുന്നത് ഇഫ്, പിന്നെ വരുന്ന കണ്ടീഷൻ, ദെൻ ഒരു കോളൻ, അത് കഴിഞ്ഞ് ഒരു അടുത്ത ലൈൻ കൊടുക്കുമ്പോൾ, അതായത് ഇഫിന്റെ ഉള്ളിൽ കൊടുക്കുന്ന കോഡ്സ് എല്ലാം നമ്മൾ ഈ ഇൻഡന്റേഷൻ കൊടുത്തിട്ടാണ്, അതായത് വൈറ്റ് സ്പേസ് ഇൻഡന്റേഷൻ കൊടുത്തിട്ടാണ് എഴുതുക. മെയിൻ ബ്ലോക്കിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എററാണ്, ലോജിക്കൽ എറർ ആയിപ്പോ. നമുക്ക് അതിൻ്റെ ഉള്ളിൽ അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു എററാണ്. മീൻസ് ഇഫിന്റെ ഉള്ളിലുള്ള അടുത്ത ലൈൻ എന്തായാലും നമുക്ക് ഇങ്ങനെ തന്നെ ഒരു ഇൻഡന്റേഷൻ കൊടുത്ത് എഴുതാൻ പറ്റുള്ളൂ. ഇനി ഇഫിന്റെ പുറത്തേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, ഇഫിന്റെ പുറത്ത് എനിക്കൊരു വാല്യൂ പ്രിന്റ് ചെയ്യും, എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രിന്റ് കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. അതായത് ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇഫിന്റെ ഉള്ളിൽ നമ്മൾ ഇൻഡന്റേഷൻ കൊടുത്ത് എഴുതിയിരിക്കുന്ന ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം ഇഫിന്റെ പുറത്ത് കൊടുത്തേക്കുന്ന ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്യും. അഥവാ ഈ കണ്ടീഷൻ ഫോൾസ് ആയി പോവുകയാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യില്ല. അത് സ്കിപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റിലേക്ക് അതിന്റെ എക്സിക്യൂഷൻ പോകും. ഇഫിന്റെ പുറത്തേക്ക് പോയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും നമ്മൾ നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. രണ്ടും കാണിച്ചു തരാം. ഇപ്പൊ നമുക്ക് ആദ്യം എന്റെ വാല്യൂ 0-നേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ ഒന്നും പ്രിന്റ് ചെയ്യിച്ചു, കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു പ്രിന്റ് ചെയ്തു. പിന്നെ നമുക്ക് എയിൽ -5 കൊടുത്ത് നോക്കാം. എയിൽ -5 കൊടുക്കുമ്പോഴത്തേനും, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ പ്രിന്റ് ചെയ്തിട്ടില്ല, ആ ഒരു സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്തു. അതായത് ഇതിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന ആ ഒരു കണ്ടീഷൻ ഫോഴ്സ് ആയി പോയതുകൊണ്ട് അതിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് സ്കിപ്പ് ചെയ്തിട്ട് ഇഫിന്റെ പുറത്ത് കിടക്കുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്കാണ് എക്സിക്യൂഷൻ പോയത്. ഇങ്ങനെയാണ് ഇഫ് വർക്ക് ചെയ്യുന്നത്. ഇനി ഇഫ് കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റി, അപ്പൊ നമുക്ക് വേറൊരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണം. ഇഫിൽ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് തെറ്റാണെങ്കിൽ മാത്രം നമുക്കൊരു കുറച്ച് സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിലെ അടുത്ത സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എൽസ് ആണ്. എൽസ് എന്ന് പറഞ്ഞാൽ അതായത് ഇഫിലൊരു കണ്ടീഷൻ കൊടുത്തു, അതിന്റെ അടിയിൽ കുറച്ച് കോഡ് എഴുതി, ദെൻ എൽസ് കൊടുത്തു, എൽസിന്റെ അടിയിൽ എടുത്ത കോഡ് എഴുതി. അങ്ങനെ വരുമ്പോഴത്തേനും ഇഫി കൊടുത്തേക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസി കൊടുത്തേക്കുന്ന കോഡാണ് വർക്ക് ചെയ്യുക. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. നമുക്കൊരു നമ്പർ ഇൻപുട്ട് ചെയ്യാം. യൂസറിന്റെ ഇൻപുട്ട് ആയിട്ട് കാണിക്കാം. അതിന് ആദ്യം ഇൻറ്റീജർ ആയിട്ട് ഇൻപുട്ടിനെ കൺവേർട്ട് ചെയ്യണം. ദെൻ
ഇൻപുട്ടിൽ ജസ്റ്റ് എൻ്റർ എ നമ്പർ നമുക്ക് നമ്പർ ഓഡാണോ ഇവൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അടിച്ചു കൊടുക്കുന്ന നമ്പർ ഓഡാണോ ഇവൻ ആണോ ചെക്ക് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ചെയ്യാം. അതിനുവേണ്ടി ആദ്യം ഇഫിൻ്റെ ഉള്ളിൽ, അതായത് ഒരു നമ്പർ ഈവൻ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ 0 ആണെങ്കിൽ അത് ഇവൻ നമ്പേഴ്സ് ആണ്. 2 വെച്ച് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 0 വരുന്ന നമ്പേഴ്സിനാണ് നമ്മൾ ഇവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. റിമൈൻഡർ 0 അല്ലെങ്കിൽ ഓഡ് നമ്പേഴ്സ് എന്ന് പറയും. നമുക്ക് അവിടെ ഒരു നം മോഡുലസ് ഒരു എക്സ്പ്രഷൻ കൊടുത്തു. അത് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഈക്വാലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ യൂസ് ചെയ്യുന്ന കമ്പാരിസൺ ഓപ്പറേറ്റർ ഡബിൾ ഈക്വൽ ടു ആണ്. ഡബിൾ ഈക്വൽ ടു യൂസ് ചെയ്ത് ഡബിൾ ഈക്വൽ ടു 0 കൊടുത്തു. ദെൻ അങ്ങനെയാണെങ്കിൽ പ്രിന്റ് ഈവൻ നമ്പർ. ഇനി എൽസിൻ്റെ അകത്ത് ഞാൻ ഓഡ് നമ്പർ എന്ന് പ്രിന്റ് ചെയ്യിക്കും. അതായത് ആ നമ്പറിന്റെ മോഡുലസ് 2 വെച്ച് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ കിട്ടുന്നത് 0 അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു നമ്പർ പോസിറ്റീവ് ആണെന്നാണ്. അതായത് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞതിൻ്റെ അർത്ഥം ആ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന റിമൈൻഡർ 0 അല്ല, അതിൻ്റെ അർത്ഥം അതൊരു ഓഡ് നമ്പറാണ്. അപ്പോൾ എൽസിൻ്റെ അകത്ത് ഞാൻ പ്രിന്റ് ഓഡ് നമ്പർ എന്ന് കൊടുത്തു. രണ്ടിൻ്റെ പുറത്തേക്ക് വന്നിട്ട് നമുക്കൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കംപ്ലീറ്റഡ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കും. ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുമ്പോഴത്തേനും ആദ്യം നമ്പറിലേക്ക് ഈ നമ്മിലേക്ക് ഒരു വാല്യൂ യൂസർ ഇൻപുട്ട് ചെയ്ത് വാങ്ങിക്കും. ആ നമ്പറിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് അതിന്റെ റിമൈൻഡർ ചെക്ക് ചെയ്യും. അത് 0 ആണെങ്കിൽ ഈ ഇഫ് പാർട്ട് വർക്ക് ചെയ്യും, എൽസ് പാർട്ട് സ്കിപ്പ് ചെയ്യും. ഇത് വർക്ക് ചെയ്യില്ല, സ്കിപ്പ് ചെയ്തിട്ട് ഈ ഇഫിന്റെ എൽസിനെ പുറത്തായിട്ട് കിടക്കുന്ന ഈ പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി അഥവാ നമുക്ക് ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ മോഡുലസ് 2 ഡബിൾ ഈക്വൽ ടു 0 അല്ലെങ്കിൽ, അതായത് റിമൈൻഡർ 0 അല്ലെങ്കിൽ ഈ പാർട്ട് സ്കിപ്പ് ചെയ്യും, എൽസ് പാർട്ട് വർക്ക് ചെയ്യും. ദെൻ അടുത്ത സ്റ്റേറ്റ്മെന്റിലേക്ക് എക്സിക്യൂഷൻ പോകും. ഇപ്പൊ നമുക്ക് ആദ്യം ഒരു ഈവൻ നമ്പർ അടിച്ചു കൊടുക്കാം. 6 അടിച്ചു കൊടുക്കും. അത് ഈവൻ നമ്പർ എന്ന് പ്രിന്റ് ചെയ്യിപ്പിച്ചു, ഓഡ് നമ്പർ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യിപ്പിച്ചില്ല. അതിന്റെ അർത്ഥം എന്താണ്, എൽസ് പാർട്ട് വർക്ക് ചെയ്തില്ല. ഇഫ് കറക്റ്റ് ആണെങ്കിൽ എൽസ് വർക്ക് ചെയ്യില്ല. ഇഫിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എൽസ് വർക്ക് ചെയ്യില്ല. ഇഫിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ഇഫ് വർക്ക് ചെയ്യില്ല, എൽസ് വർക്ക് ചെയ്യും. അങ്ങനെയാണ് അതിന്റെ ഒരു കൺട്രോൾ ഫ്ലോ ഉള്ളത്. ഇനി നമുക്ക് ഒന്നും കൂടെ റൺ ചെയ്തിട്ട് നമുക്ക് ഒരു ഓഡ് നമ്പർ അടിച്ചെടുക്കാം. 9 അടിച്ചു കൊടുത്തു. അത് ഓഡ് നമ്പർ എന്ന് മാത്രം പ്രിന്റ് ചെയ്യിച്ചു. അങ്ങനെയാണ് ഇഫ് എൽസ് വരുന്നത്. ഇനി നമുക്ക് ഒരു ഇതും കൂടി ഉണ്ട്. അതായത് ഇഫിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന കണ്ടീഷൻ തെറ്റാണ്, പക്ഷെ എനിക്ക് അപ്പൊ അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യണം. ആ ഒരു വേരിയബിളിൽ തന്നെ അടുത്തൊരു കണ്ടീഷൻ കൂടി എനിക്ക് ചെക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എൽസ് ഇഫ് അല്ലെങ്കിൽ അതിനെ ഒന്ന് ഷോർട്ട് ചെയ്ത് എലിഫ് ആയിട്ടാണ് നമ്മൾ പൈത്തണിൽ യൂസ് ചെയ്യുന്നത്. അതിന്റെ സിന്റാക്സ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. അതിനുവേണ്ടി നമ്മളിപ്പോൾ ആ പോസിറ്റീവ് നമ്പർ നെഗറ്റീവ് നമ്പർ എന്ന് നമുക്കിപ്പോൾ എടുക്കാം. ആദ്യം പോസിറ്റീവ് നമ്പർ ആണോ എന്ന്, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ പോസിറ്റീവ് നമ്പർ ആണ്, ലെസ് ദാൻ 0 ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ ആണ്. അതും തെറ്റിയാൽ മാത്രമേ നമുക്ക് 0 എന്ന് പറയാൻ പറ്റില്ല. അതായത് ലെസ് ദാനും അല്ല ഗ്രേറ്റർ ദാനും അല്ലെങ്കിൽ മാത്രമേ ആ നമ്പർ 0 എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം ഒരു നമ്പർ ഇൻപുട്ട് ചെയ്ത് വേരിയബിൾ തന്നെയായിരിക്കും ഇൻറ്റ് എന്നിട്ട് ആദ്യം ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഇഫിന്റെ അകത്തൊരു കണ്ടീഷൻ കൊടുക്കുക. അത് നം ഇസ് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്തു. ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എന്താ, പോസിറ്റീവ് നമ്പർ ആണ്. അപ്പൊ അത് പ്രിന്റ് പോസിറ്റീവ് നമ്പർ എന്ന് പറഞ്ഞു കൊടുക്കുക. ദെൻ നമുക്ക് അടുത്ത കണ്ടീഷൻ ഉണ്ട്. അതായത് എൽസിലേക്കല്ല പോകേണ്ടത്. ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ നെഗറ്റീവ് നമ്പർ അല്ല, ലെസ് ദാൻ 0 ആണ് ആയ നമ്പർ മാത്രമേ നെഗറ്റീവ് നമ്പർ ഉള്ളൂ. ഇതിപ്പോ നമുക്ക് എൽസ് കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ 0 എൽസിൽ
നെഗറ്റീവ് നമ്പർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 0 അടിച്ചു കൊടുത്താലും അത് നെഗറ്റീവ് നമ്പർ ആയിട്ടേ എടുക്കുള്ളൂ. അപ്പൊ അതൊരു ലോജിക്കൽ എറർ ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ടിട്ട് നമുക്ക് എലിഫിന്റെ ഉള്ളിൽ അടുത്ത കണ്ടീഷൻ കൊടുക്കാം. അതെന്താ, നം ലെസ് ദാൻ 0 ആണെങ്കിൽ മാത്രം പ്രിന്റ് നെഗറ്റീവ് നമ്പർ. ഓക്കെ, ഇനി നമുക്ക് എൽസ് കൊടുക്കാം. എൽസിൻ്റെ അകത്ത് കണ്ടീഷൻ ആയിട്ട് പ്രിന്റ് കണ്ടീഷൻ ഇല്ല, എൽസിൻ്റെ അകത്ത് നമുക്ക് കണ്ടീഷൻ സ്പെസിഫൈ ചെയ്യാൻ പാടില്ല, അത് വേറൊരാണ്. പ്രിന്റ് 0, അതായത് ഗ്രേറ്റർ ദാൻ ഒരു നമ്പർ ഞാൻ അടിച്ചു കൊടുത്തു, അത് ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ആദ്യം ചെക്ക് ചെയ്തു, അല്ല ആ കണ്ടീഷൻ തെറ്റി. ദെൻ ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്ത്, അതും തെറ്റാണ്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ, ഗ്രേറ്റർ ദാൻ 0 അല്ല, ലെസ് ദാൻ 0 അല്ലെങ്കിൽ ആ നമ്പർ 0 ആണ്. 0 എന്ന് പറയുന്നത്. ദെൻ നമുക്ക് ഈ കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സിന്റെ ഒക്കെ എക്സിക്യൂഷൻ കഴിഞ്ഞ് ജസ്റ്റ് കംപ്ലീറ്റഡ് എന്നൊരു പ്രിന്റ് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുക. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ നമുക്ക് എങ്ങനെയാ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇഫിന്റെ അകത്ത് നമ്മിന്റെ വാല്യൂ ചെക്ക് ചെയ്യും. നം ഗ്രേറ്റർ ദാൻ 0 ആണോ, ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇതിന്റെ താഴേക്ക് കിടക്കുന്ന ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇവിടെ നിന്ന് നേരെ എക്സിക്യൂഷൻ ജമ്പ് ചെയ്യാൻ പോകുന്നത് പ്രിന്റ് കംപ്ലീറ്റഡിലേക്കാണ്. ലാസ്റ്റ് കിടക്കുന്ന ആ സ്റ്റേറ്റ്മെന്റിലേക്കായിരിക്കും എക്സിക്യൂഷൻ ജമ്പ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോ ഇനി ഇൻ കേസ് ഇഫ് ഈ കൊടുത്തേക്കുന്ന കണ്ടീഷൻ വയലേറ്റ് ചെയ്തു, അതായത് ഇഫ് ഈ കൊടുത്തേക്കുന്നത് നമ്മൾ ഗ്രേറ്റർ ദാൻ 0 അല്ല, അതായത് നമ്മൾ 0-നേക്കാളും വലുതല്ലെങ്കിൽ നെക്സ്റ്റ് കണ്ടീഷൻ ആണ് ചെക്ക് ചെയ്യുക. എലിഫിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന കണ്ടീഷൻ ചെക്ക് ചെയ്യും. നം ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. അതായത് ഈ സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. നം ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. നം ലെസ് ദാൻ 0 ആണെങ്കിൽ ജസ്റ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് പ്രിന്റ് ചെയ്യും. അതിന്റെ അടുത്ത് കിടക്കുന്ന ലൈൻസ് സ്കിപ്പ് ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റത്തെ ലൈൻ ആയിരിക്കും പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുക. ഇനി ഈ കണ്ടീഷൻ തെറ്റി ഈ കണ്ടീഷൻ തെറ്റിയെങ്കിൽ ഈ രണ്ട് ലൈൻ ഇത് രണ്ടും എക്സിക്യൂട്ട് ചെയ്യില്ല. ദെൻ അടുത്ത എൽസിലേക്ക് വരും. ഇത് രണ്ടും തെറ്റാണെങ്കിൽ എൽസിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ താഴേക്ക് എക്സിക്യൂഷൻ പോകും. അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിള് വാലിഡ് ലിറ്ററൽ ഫോർ ഇൻറ്റ്. ഓക്കെ, ഇതിന്റെ ഉള്ളിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തില്ല. ഇത് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്പർ അടിച്ചു കൊടുക്കാം. അതായത് ഗ്രേറ്റർ ദാൻ 0 ആയ ഒരു നമ്പർ അടിച്ചു കൊടുക്കും. 8 എന്ന് പറഞ്ഞ ഞാൻ അടിച്ചു കൊടുക്കും. 8 അടിച്ചപ്പോഴത്തേനും എന്താ സംഭവിച്ചത്, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്തോളൂ, ഇതൊന്നും എക്സിക്യൂട്ട് ചെയ്തില്ല. ഇതെല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഈ ലാസ്റ്റ് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ് പിന്നീട് എക്സിക്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് ഒരു നെഗറ്റീവ് നമ്പർ അടിച്ചു കൊടുക്കാം. നെഗറ്റീവ് നമ്പർ കൊടുക്കുമ്പോഴത്തേനും അത് നെഗറ്റീവ് നമ്പർ എന്ന് മാത്രമേ കാണിച്ചുള്ളൂ. ഇത് സ്കിപ്പ് ചെയ്തു, ഈ ഒരു ലൈൻ ഓഫ് കോഡ് സ്കിപ്പ് ചെയ്തു, പിന്നെ താഴത്തെ ഈ രണ്ട് ലൈൻ ഓഫ് കോഡും സ്കിപ്പ് ചെയ്തിട്ട് പിന്നീട് താഴെ കിടക്കുന്ന ഇഫിന്റെ എൽസിലും അല്ലാതെ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുക. ദെൻ ഒന്നും കൂടി എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് 0 അടിച്ചു കൊടുക്കുക. 0 കൊടുക്കുമ്പോഴത്തേനും ഈ ഇത്രയും പാർട്ട്, ഈ രണ്ട് ലൈനും ഇത്രയും പാർട്ട് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ജസ്റ്റ് ഈ രണ്ട് കണ്ടീഷനും ചെക്ക് ചെയ്യും, പക്ഷെ അതിന്റെ ഉള്ളിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യില്ല. ഈ രണ്ട് കണ്ടീഷനും, അതായത് നം ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും, നം ലെസ് ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യും. പക്ഷെ അതിന്റെ ഉള്ളിൽ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെന്റ് സ്കിപ്പ് ചെയ്യും. അത് ലെസ് ദാൻ 0 അല്ല, ഗ്രേറ്റർ ദാൻ 0 അല്ലാത്തതുകൊണ്ട് അത് രണ്ടും സ്കിപ്പ് ചെയ്തതിനു ശേഷം എൽസി കൊടുത്തേക്കുന്ന ഈ പ്രിന്റ് 0 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അത്രയാണ് നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെന്റ്സ് പൈത്തണിൽ വരുന്നത്. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഓക്കെ, താങ്ക് യു.